അമ്പരമുറ്റത്തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ, എന്നമ്പിയ രാജനെ കാണാനോ. ചെമ്പകമേ നീ ഇതളു വിരിച്ചത് മുത്തിനെ മുത്തി മണക്കാനോ, പൂമുത്തിനെ മുത്തി മണക്കാനോ. അമ്പരമുറ്റത്തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. सबसे अला व औला हमारा नबी, सबसे ऊंचा व ऊंचा हमारा नबी. दोनों आलम के दूल्हा हमारा नबी. सर्वादरणीयराയ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ ദീനീ വിജ്ഞാന വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹിക്കുകയും സമ്പൂർണമാക്കി തരികയും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിമിത്തമാകുന്ന മജ്ലിസാക്കി മാറ്റുകയും ചെയ്തു തരട്ടെ. ആനുകാലിക സമൂഹം ഭൗതികമായ ജീവിത ചുറ്റുപാടുകൾക്ക് വേണ്ടി മാത്രം ആലോചിക്കുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനും അതിലെ ദിനരാത്രങ്ങൾ സന്തോഷകരമാക്കുവാനും മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് വിശ്വാസികൾ പോലും ഇന്ന് കടന്നു പോകുന്നത്. പാരത്രികമായ വിചാരങ്ങൾ നഷ്ടപ്പെടുകയും താൽക്കാലിക ജീവിതത്തിന്റെ ആസ്വാദനങ്ങളിൽ അകപ്പെട്ടു പോവുകയും ഈ ജീവിതത്തിലാണ് എല്ലാം ഉള്ളത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തതുപോലെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ബുദ്ധിമാന്മാർ ശാസ്ത്രജ്ഞന്മാരോ രാഷ്ട്രീയ വിശാരദന്മാരോ ഭരണാധികാരികളോ അല്ല. ഒരുപാട് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി പുതിയ പുതിയ യന്ത്രങ്ങളും തന്ത്രങ്ങളും സാമഗ്രികളുമെല്ലാം കണ്ടുപിടിക്കുന്ന
ചിന്തകന്മാരും ദിഷണാശാലികളും ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിൽ വിലാസം നേടിയവരുമാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് നാം ചിന്തിച്ചു പോകരുത്. ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ഭൗതികമായ ജീവിതത്തിന്റെ താൽക്കാലികതയെ ഉൾക്കൊള്ളുകയും നിലനിൽക്കുന്ന പരലോകത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ സമാഹരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. താൽക്കാലികമായ ഭൗതിക ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾക്കപ്പുറം അനന്തമായ പാരത്രികതയിൽ സ്വർഗം നേടാനാണ് കണിശമായി പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി കോപ്പൊരുക്കുകയും ചെയ്യുന്നവരാണ് സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, ബുദ്ധിമാനായ ആളുടെ ഒരു സ്വഭാവം അമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആരാധന നടത്തുകയും മോഹങ്ങളുടെ ലോകമാകുന്ന ഈ ലോകത്ത് നിന്ന് അനന്തമായ പാരത്രിക ലോകത്ത് സ്വർഗം പണിയാനുള്ള വിചാരങ്ങളുമായി കടന്നു പോകുന്നവർ. ഭൗതികമായ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളുടെ ആസ്വാദനങ്ങളിൽ നിന്ന് മാറി ആത്മീയമായ ജീവിതത്തിന്റെ അന്തസാരങ്ങളെ ആവഹിക്കുകയും അനുസൃതമായി സമീപിക്കുകയും ചെയ്യുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. ഒരുപാട് സ്വപ്നങ്ങളുടെയും മോഹനങ്ങളായ ചിത്രങ്ങളുടെയും ലോകമാകുന്ന ഈ ഭൗതികത ഒരു നാൾ അവസാനിക്കുകയും അനന്തമായ ഒരു ലോകത്തിന്റെ കവാടം തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ പാരത്രിക വിജയത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരിയായ ബോധമുണ്ടാകേണ്ടത് മരണം എപ്പോഴാണ് നമ്മെ സ്വീകരിക്കുക എന്നറിയില്ല. 4 ദിവസത്തെ ദിനപത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ 1 മുതൽ 100 വരെയുള്ള എല്ലാ പ്രായത്തിലും മരണപ്പെട്ടവരുടെ പേരുകൾ ലഭ്യമാണ്. അതിൽ ഏതോ ഒരു വയസ്സുകാരനായിരിക്കും നാം. നമ്മുടെ എല്ലാവരുടെയും വയസ്സ് മരണത്തിന് പറ്റുന്ന പ്രായമാണ്. ആരും വിളിക്കാതെ തന്നെ മരണം നമ്മിലേക്ക് കടന്നു വരികയും നിമിഷമോ മൈക്രോ സെക്കൻഡോ തെറ്റാതെ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് സ്വപ്നങ്ങളോടെ മണവറയിലേക്ക് കാലെടുത്തു വെച്ച പുതുമാരൻ മരണപ്പെട്ടു പോയ വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്വപ്നങ്ങളുടെ കൂടാരവും കൊട്ടാരവും പണിതു കഴിഞ്ഞ സമ്മോഹനങ്ങളായ സ്വപ്നങ്ങളുടെ കലവറയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ അവരുടെ സ്നേഹമുഹൂർത്തങ്ങളിൽ ലോകത്തോട് യാത്രയായ ചിത്രം നമ്മളെല്ലാവരും ഇടയ്ക്കിടെ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സന്തോഷ സന്താപ നിമിഷങ്ങളെ കാത്തു നിൽക്കുകയോ അത് കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിക്കുകയോ ചെയ്യാൻ മരണത്തിന് സാധ്യമല്ല. എന്നാൽ
വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിചാരം, ഏതായാലും ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവരാണ്. ആ യാത്ര ചെയ്യുന്ന സമയം വിശ്വാസികളായി സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നവരായി ശോഭനമായ ഒരു അന്ത്യത്തെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ വഴിപ്പെട്ടവരും അനുസരിക്കുന്നവരുമായിട്ടല്ലാതെ നിങ്ങൾ ആരും ഈ ലോകത്തോട് യാത്ര ചോദിക്കരുത് എന്ന പവിത്രമായ പ്രഖ്യാപനമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുൻഗാമികളായ സജ്ജനങ്ങൾ മുഴുവനും നമ്മുടെ അന്ത്യനിമിഷം നന്നായി കിട്ടാൻ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്. അവസാന നിമിഷം ശോഭനമായി മാറുകയും അള്ളാഹുവിലേക്ക് പുഞ്ചിരിയോടുകൂടി കടന്നു പോകണമെന്ന് ആശിക്കുകയും ചെയ്ത് അതിനാവശ്യമായ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ചവരാണ് സജ്ജനങ്ങളായ മുൻഗാമികളെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ആധുനികതയുടെ നടുവിലുള്ള പുതിയ പരിഷ്കാരങ്ങളെയോ മോഡേൺ ടെക്നോളജിയുടെ പുതിയ സാധ്യതകളെയോ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ പുതിയ ലോകത്തെയോ എല്ലാം പരിചയപ്പെടുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കു മുമ്പിൽ പരാജയപ്പെട്ടു പോയതാണ് മരണമെന്ന യാഥാർത്ഥ്യം. മരണത്തിന് പരിഹാരമോ മരുന്നോ നിർദ്ദേശിക്കുവാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. രാജാക്കന്മാരും പ്രജകളും ഭരണാധികാരികളും ഭരണീയരും തന്ത്രജ്ഞന്മാരും എല്ലാവരും മരണത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയതല്ലാതെ അതിനെ അതിജയിക്കുവാൻ ഒരു പ്രതിഭയ്ക്കും ഒരു പ്രതിഭാസത്തിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും വിചാരങ്ങളും അവസാന നിമിഷം പവിത്രമായ ഒരു യാത്ര ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിങ്കലേക്കുണ്ടാകണമെന്ന വിചാരമാണ് നമ്മുടെ മനസ്സിൽ വളർന്നു വരേണ്ടത്. മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നതിന് ഇടയിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ടാകാം. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഭീമാപ്പള്ളിക്കടുത്തുള്ളൊരു സഹോദരൻ മെനഞ്ഞാന്നത്തെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഏത് ഇടമെന്നില്ല, ഏത് സ്ഥലമെന്നില്ല, എല്ലായിടത്തും നമ്മെ സ്വീകരിക്കാൻ സാധ്യതയുള്ള മരണത്തെക്കുറിച്ചുള്ള വിചാരമാണ് ശരിയായ വഴിയിലേക്ക് ലോകത്തെ മുഴുവനും നടത്തേണ്ടത്. നമ്മുടെ സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ഗവൺമെന്റുകളെല്ലാം അവരവരുടെ പല നിയമങ്ങളും ഇവിടെ പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തത് ഭൗതികമായ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം നിയമങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. അതേ സമയത്ത് 23 കൊല്ലത്തെ മാതൃകായോഗ്യമായ പ്രവാചകത്വ ജീവിതത്തിലൂടെ പ്രഖ്യാപനം നടത്തുകയും 63 കൊല്ലത്തെ മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ മാനവികത മാടി വിളിക്കുകയും ചെയ്ത ലോക നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തിന്റെ മാനസങ്ങളെയും സൈദ്ധാന്തിക പ്രളയങ്ങളെയും മുഴുവനും അതിജയിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചാധികാരിയെ കുറിച്ചുള്ള വിചാരം ജനങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നിടത്താണ്. പാരത്രിക വിചാരത്തിന്റെ പറുദീസയിൽ നിന്നല്ലാതെ ധാർമ്മികമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. കല്ലുകൂടി കൊണ്ട് രോഗമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞാൽ മനുഷ്യൻ വിട്ടുനിൽക്കുകയില്ല. മദ്യപാനത്തിന്റെ പരിണിതിയായി നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നും പാരത്രികവും അനന്തവുമായ ജീവിതം നഷ്ടമാകുമെന്നുമുള്ള ബോധം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ മാനവികതയുടെ കോടിക്കണക്കിന് ജനങ്ങളെ മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് കഴിഞ്ഞത്. വ്യഭിചാരത്തിന്റെ രോഗഫലങ്ങളെ പറഞ്ഞാൽ സമൂഹം അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നില്ല. പാരത്രിക ലോകത്ത് വരാനിരിക്കുന്ന അപകടകരമായ തീക്ഷ്ണമായ വിഷയങ്ങളെ മുൻനിരയായി അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിൽക്കാനുള്ള വിചാരങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഭൗതികമായ ലാഭനഷ്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ലോകത്തെ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ആത്മീയമായ വിചാരങ്ങളുടെയും പാരത്രികമായ പര്യാലോചനകളുടെയും ആധ്യാത്മികമായ അന്തർലയങ്ങളുടെയും സമീകൃതമായ സന്ദേശങ്ങൾ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ നേരിന്റെയും നെറിയുടെയും വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക.
പ്രിയപ്പെട്ടവരെ, നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും ഇവിടെയുള്ള പ്രഭാത പ്രദോഷങ്ങളെല്ലാം നാളെ അസ്തമിക്കുകയും പുതിയൊരു ലോകത്തിന് വഴിമാറുകയും ചെയ്യുമെന്ന വിചാരത്തിലേക്കാണ് നാം കടന്നു വരേണ്ടത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ അധികാരത്തിന്റെയും മഹത്വത്തിന്റെയും പ്രഘോഷണം നടത്തിയിട്ട് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു ആരാണ്? മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും പടച്ചവനെന്നല്ല, മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മോഹനമായ സൂക്തമാണ് നമ്മോട് സംവദിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത, മരണത്തെ പടച്ചവനാണ്, വൽ ഹയാ, ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്താണ് ആദ്യം മരണം പറയാനുള്ള കാരണം? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും മരണം അത്രയും ഉറപ്പും പ്രാധാന്യവുമുള്ളതാണ്. അതുകൊണ്ട് ആദ്യം പറയണം എന്ന നിലയിലാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനു ശേഷമാണ് മരണം വരുന്നതെങ്കിലും മരണം അത്രമാത്രം ഉറപ്പായ ഒരു യാഥാർത്ഥ്യമാണ്, എപ്പോഴും വരാമെന്നതിന്റെ സൂചനയാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുമ്പോൾ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും അധികാരിയായ ലോകമാകമാനമുള്ള ദലമർമ്മനങ്ങളുടെയും ദ്രുതചരണങ്ങളുടെയും നീക്കുപോക്കുകളുടെയും മുഴുവനും അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ? നിങ്ങളിൽ ആരാണ് സജ്ജനങ്ങൾ? നിങ്ങളിൽ ആരാണ് അല്ലാഹുവിലേക്ക് അടുക്കുന്നവർ? ഭൗതികമായ വിചാരത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകത്തിൽ ലയിച്ചു കടന്നു പോകാതെ ആത്മീയതയുടെ പവിത്രമായ പാതയിലേക്ക് കടക്കുകയും അല്ലാഹുവെ കുറിച്ചുള്ള വിചാരങ്ങളുടെ ഇടവഴികളിലൂടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാരാണ്? അതിനുവേണ്ടിയാണ് ലോകാധികാരിയായ രക്ഷിതാവ് മരണത്തെയും ജീവിതത്തെയും പടച്ചതെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ വിചാരം എവിടെയാണ് വരേണ്ടത്? അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പ്രീതി നേടിക്കൊണ്ട് മരിക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. അന്ത്യം ശോഭനമാകാൻ വേണ്ടിയാണ് കൂടുതൽ വിചാരം കടന്നു വരേണ്ടത്. അവസാനം അല്ലാഹുവിന്റെ പ്രീതിയിൽ ലയിക്കാൻ വേണ്ടിയാണ്. അതാ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു രചനയിൽ എഴുതിയത് കാണാം. മുൻഗാമികളായ ആളുകൾ അവരുടെ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിൽ വിലയം പ്രാപിച്ചവരായി നിങ്ങൾ ഇവിടെ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഷഹീദായി വീടിന്റെ വാതിൽക്കൽ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈമാനോടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താ കാരണം? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വാതിൽപ്പടിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഇടയിൽ മനസ്സിന് വല്ല മാറ്റവും വന്നിട്ട് വിശ്വാസത്തിന് വ്യതിയാനം വന്നാൽ ഹുസ്നുൽ ആഖിബത്ത് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം ഈമാനോടെ മരിക്കാനാണ് ആഗ്രഹമെന്ന് മുൻഗാമികളുടെ ആത്മീയ വിചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ
പ്രിയപ്പെട്ട സഹോദര, ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും മോഡേണിസത്തിന്റെയും ക്രിക്കറ്റിന്റെയും ലോകത്ത് അതിമയങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിചാരങ്ങളെ മുഴുവനും താൽക്കാലികതയുടെ മട്ടുപ്പാവിൽ കെട്ടിയിട്ടിട്ട് കൊട്ടാരവാസികളായി മാറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പുറത്ത് കണ്ടില്ലയോ നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിടങ്ങളാണ്, നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കഫൻ പുടവകളാണ്, നമ്മെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന മാലാഖമാരാണ്. അതുകൊണ്ട് വിചാരങ്ങൾ കടന്നു വരട്ടെ. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. വിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പ്രയോഗമാണ്. വന്നിരിക്കുന്നു മരണം. വജാഅത്ത് സക്റത്തുൽ മൗത്ത്, സക്കറാത്തുൽ മൗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. കമർ ബാന്ധേ ഹുയേ ചൽനെ കോയാ സബ് യാർ बैठने हैं, बहुत आगे गए बाकी जो है तैयार बैठे हैं. എല്ലാവരും കഫൻ പുടവകളോടെ കാത്തിരിക്കുകയാണ് പാരത്രിക പ്രയാണത്തിന് വേണ്ടി. കുറെ ആളുകൾ സഞ്ചരിച്ചു പോയി. ബഹത്ത് ആകെ ഗയേ, കുറച്ചുപേര് മുന്നേ നടന്നുപോയി. ബാക്കി ജോ ഹെ തയ്യാർ ബൈഠേ ഹേ, ബാക്കിയുള്ളവർ ഇനി പരലോക പ്രയാണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സമയമടുത്തിരിക്കുകയാണ്. മർനെ വാലേ മർത്തേ ഹേ ലേകിൻ ഫനാ ഹോത്തേ ഹേ, ये हकीकत में कभी हमसे जुदा होते नहीं. പാരത്രിക പ്രയാണത്തിന്റെ പടവുകളിലൂടെ കടന്നുപോയിട്ട് അനിഷേധ്യമായ യാഥാർത്ഥ്യത്തിന്റെ തീരത്തേക്കാണ് എത്തിച്ചേരുന്നത്. അനന്തമായ നിസ്സീമതയിലേക്കല്ല, അല്ലെങ്കിൽ നിസ്സാരതയിലേക്കല്ല, വിചാരത്തിന്റെയും വിചാരണയുടെയും ലോകത്തേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, യൗവനത്തിന്റെ പ്രളയത്തിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ച് നിന്റെ വികാരത്തിന് അടിമപ്പെടാൻ പറ്റൂല. പ്രിയപ്പെട്ട പെങ്ങളെ, കലാലയത്തിന്റെ നടുമുറ്റത്ത് നിന്ന് കണ്ണെറിയുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയ വിചാരങ്ങളിലേക്ക് കടന്നു പോയിട്ട് നിന്റെ ജീവിതം ഹോമിക്കാൻ പറ്റൂല. കൈവെള്ളയിലിരിക്കുന്ന മൊബൈലിലൂടെ തെളിഞ്ഞു കാണുന്ന വൃത്തികെട്ട ചിത്രത്തിലൂടെ ഒറ്റയ്ക്കിരുന്ന മനസ്സ് മലിനമാക്കുന്ന ചെറുപ്പക്കാരാ, കാതിലേക്ക് തിരികെ കയറ്റി വച്ചിരിക്കുന്ന കവിതയിലൂടെയും മ്യൂസിക്കുകളിലൂടെയും ആമോദത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകുന്ന യുവാവേ, നിന്നെയും കാത്തിരിക്കുന്നുണ്ട് മരണം. കണ്ടില്ലയോ, ഇബ്നു നബാത്തത്തുൽ മിസ്രി പറയുകയാണ്, അതാ പ്രിയപ്പെട്ട ഓമന, പ്രിയപ്പെട്ട പ്രായമുള്ളവരെ, പഴുത്ത മാങ്ങ മാവിൽ നിൽക്കാറില്ല. ഒരിളങ്കാറ്റ് വഴുമ്പഴേക്കത് താഴേക്ക് വീണുപോയി. അതുകൊണ്ട് വയസ്സന്മാരെ, നരബാധിച്ചവരെ, പ്രായമുള്ളവരെ, മരണം പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. അധികം സമയമില്ല. അതാ കണ്ടില്ലയോ, കറി വെക്കുന്നതിന്, അച്ചാറിടുന്നതിന്, കറിക്കൂട്ടുകളിലേക്ക് ഉപയോഗിക്കുന്നതിന് നല്ല പച്ച മാങ്ങയല്ലേ പറിച്ചെടുത്തിട്ട് പാകം ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മരണം നിനക്കും അന്യമല്ല. കണ്ടില്ലയോ, കണ്ണിമാങ്ങ അടർന്നു വീണ് വഴിയിൽ കിടക്കുമ്പോ അതെടുത്ത് കടിച്ചു പൊട്ടിച്ചിട്ട് മാങ്ങയുടെ ഉള്ളിലുള്ള ആ മാങ്ങാണ്ടി എടുത്ത് കൈകൊണ്ട് തെറ്റിക്കളിക്കുന്ന സ്വഭാവം നമുക്കില്ലേ? ഓമന മക്കളെ, അതുപോലെ മരണം കുട്ടികൾക്കും അന്യമല്ല, യുവാക്കൾക്കും അന്യമല്ല, പ്രായമുള്ളവർക്ക് ദൂരമില്ല.
അതുകൊണ്ട് വിചാരങ്ങളുടെ ലോകത്തേക്ക് കടന്നു വരണം, വികാരങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പറ്റൂല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമുള്ളതെല്ലാം കാണാൻ നമുക്ക് അവകാശമില്ല, ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാൻ നമുക്ക് അവകാശമില്ല, ഇഷ്ടമുള്ളതെല്ലാം തിന്നാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിനെ ഹറാമാക്കിയത് ബാക്കിയുള്ളതിന്റെ മൂല്യം അറിയാനാണ്. കള്ള് നിഷിദ്ധമാക്കിയത് ജ്യൂസിന്റെ മൂല്യം അറിയാനാണ്. അല്ലാഹു അത് നിഷേധിച്ചാ പിന്നെ നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? പച്ചവെള്ളം അല്ലാഹു ഹറാമാക്കിയാൽ മദ്യത്തിന്റെ നിയമമായിരുന്നു പച്ചവെള്ളത്തിനുമെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അതുപോലെ അല്ലാഹു തആല ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കിയത് അനുവദിച്ചതിന്റെ മൂല്യം അറിയാനാണെന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഹലാലാക്കിയ വെള്ളത്തിന് എണ്ണമില്ല, ഹറാമാക്കിയതിന് എണ്ണമുണ്ട്, ക്ലിപ്തമാണ്. അല്ലാഹ് അനുവദിച്ചതിന് എണ്ണമില്ല. ഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹ്, അല്ലാഹ് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അനുവദിച്ചു തന്നതിനെ എണ്ണി നോക്കിയാൽ അവസാനിക്കൂല. അതേ സമയത്ത് വതുലു മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കിയതിനെ നമ്മൾ ക്ലിപ്തപ്പെടുത്തി തരാം. അത് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. അനുവദിച്ചത് അനന്തമാണ്, നിഷേധിച്ചത് നിർണിതമാണ്. എത്ര മനോഹരമായ ഔദാര്യമാണ് അല്ലാഹുവിൻ്റെത്. അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അറിയാനും അടുക്കാനും ആസ്വദിക്കാനുമുള്ള നയനങ്ങൾ കൊണ്ട് അവൻ നിഷേധിച്ചത് കാണാൻ പറ്റൂല, അവൻ എതിർത്തതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് മാടി വിളിക്കുകയാണ്, മർത്തേ ഹേ ആറസൂഹെ മർനെ കി മൗത്ത് ആതി ഹെ पर नहीं आती. കണ്ടില്ലയോ, മരണം നമ്മെ മാടി വിളിക്കുന്ന യാഥാർത്ഥ്യമാണ്, ആർക്കും തടുക്കാനാവാത്ത സത്യമാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടേണ്ട മരണത്തെ കുറിച്ചുള്ള വിചാരമാണ് ലോകമാകമാനമുള്ള മാനസങ്ങളിൽ ധാർമ്മിക വിചാരത്തിന്റെ ശീതളച്ചായയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പാരത്രിക വിചാരമാണെങ്കിൽ സഹോദരാ, നമ്മുടെ അവസാന നിമിഷമൊന്ന് നന്നാകണ്ടയോ? ആര് മരിച്ചതുപോലെ മരിക്കേണ്ടത്. ഏതെങ്കിലും നടൻ, നടി, സ്റ്റാറുകൾ മരിച്ചതുപോലെയല്ല. നമുക്ക് മരിക്കേണ്ടത് സ്വർഗത്തിൽ പോയവര് മരിച്ചതുപോലെയാ. സ്വർഗാവകാശികൾ ആരാണ്? സ്വർഗത്തിലേക്ക് പോയവരാരാണ്? ആ സ്വർഗീയ ഭുവനത്തിലേക്ക് പോയവർ മരിച്ചതുപോലെയാണ് മരിക്കേണ്ടത്. ഇവിടെ സ്വർഗം പണിയാനല്ല നമ്മൾ വന്നത്, അവിടെ സ്വർഗം നേടാനാണ്. ഇവിടെ പറുദീസ ഉണ്ടാക്കാനല്ല നമ്മൾ വന്നത്, പാരത്രിക ലോകത്ത് പറുദീസ ഉണ്ടാക്കാനാണ്. അതിനാണ് നമ്മുടെ ആഗമനം, നമ്മുടെ നിർവഹണം, നമ്മുടെ യാത്രകൾ മുഴുവനും പാരത്രിക ലോകത്തെ സ്വർഗം നേടാനാണ്. ഹിയ ജന്നത്തുൻ ത്വാബതു വത്വബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. മനോഹരമായ പാരത്രിക ലോകത്തെ പറുദീസകൾ അനന്തമായ അനുഗ്രഹത്തിന്റെ കേളീരംഗമാണ്. ഇവിടത്തെ പോലെയല്ല മോനെ, ഇവിടുത്തെ യുവതി നാളെ കിഴവിയാണ്, ഇവിടുത്തെ യൗവനം വാർദ്ധക്യത്തിന്റെ തുടക്കമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാര് നാളത്തെ കിഴവന്മാരാണ്, ഇവിടുത്തെ ഉയർച്ച തകർച്ചയുടെ, വളർച്ച തളർച്ചയുടെ, ഉത്ഥാനം പതനത്തിന്റെ, ഉദ്ഗമനം അധോഗമനത്തിന്റെ, മുന്നേറ്റം പിന്നാക്കത്തിന്റെ, ഇവിടെയുള്ളതെല്ലാ പോസിറ്റീവുകളും നെഗറ്റീവിന്റെ സൂചനയാണ്. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ആളുകളാകണം. വളർച്ചയുടെ വഴിയിലൂടെ ഉയർച്ചയുടെ പാതയിലേക്ക് കടന്ന് അനന്തമായതാണ് വനഈമുഹാ ബാഖിൻ
ബാഖിൻ. സ്വർഗത്തിലെ യുവതികൾ നിത്യയുവതികളാണ്, സ്വർഗത്തിലെ യുവാക്കൾ നിത്യയുവാക്കളാണ്. അവിടുത്തെ അനുമോദനങ്ങൾ അനന്തമാണ്, ആഹ്ലാദങ്ങൾ അവസാനിക്കാത്തതാണ്, അനുഭൂതികൾ ഒരിക്കലും ഒടുങ്ങാത്തതാണ്. ആ പവിത്രമായ പാരത്രിക ലോകത്തെ പറുദീസയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതിന്റെ നേതാവാരാണ്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാളത്തെ അനന്തമായ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ആരാ നിർവഹിക്കുന്നത്? അത് ഞാനിപ്പോ കളി കാണാൻ പോയ ടീമിന്റെ നേതാവാ അല്ല, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക നിയമങ്ങളുടെ അധികാരിയാ അല്ല, ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറല അല്ല, ലോകാധികാരത്തിന്റെ കടിഞ്ഞാണുകൾ കൈകാര്യം ചെയ്ത കേവല താൽക്കാലികതയുടെ പ്രതിഭാസങ്ങളല്ല. ഈ ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫാത്തിഹുൽ ജന്നതി വസ്വാഹിബുൽ ലിവാ. സ്വർഗത്തിന്റെ ഉദ്ഘാടനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര കരങ്ങളാലാണ് നിർവഹിക്കപ്പെടുക. ആ പവിത്ര കരങ്ങളുടെ സുമോഹനമായ ഉദ്ഘാടനം സ്വീകരിക്കുന്ന പാവനമായ സ്വർഗത്തിലേക്കാണ് കടന്നു പോകേണ്ടത്. അതിനു വേണ്ടിയാണ് സഹോദരാ ഒരുങ്ങേണ്ടത്. ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ والصديقين والشهداء والصالحين. സ്വർഗത്തിലോടിക്കളിക്കുന്ന മഹാന്മാർ അമ്പിയാക്കന്മാരാണ്, സുദ്ദീഖുമാരാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. അപ്പൊ അവര് മരിച്ചതുപോലെ മരിക്കണം, അവരുടെ അവസാനം പോലത്തെ അവസാനം വേണം, അവര് യാത്രയായതുപോലെ യാത്രയാകണം. അതിന് നമ്മൾ സൽക്കർമ്മികളായി മാറണം. അവര് കടന്നുപോയ വഴികളിലേക്ക് ചില സൂചനകൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ലോക നേതാവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്രയായതെങ്ങനെ? അത് പറയാൻ എനിക്ക് കഴിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന നിമിഷങ്ങളെ പറയാൻ എന്റെ വാചകങ്ങൾക്ക് ആരോഗ്യമില്ല. എന്റെ ഈ ജീവിതത്തിൽ തന്നെ അത് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഹബീബിന്റെ വിയോഗം പറയാൻ ഒരുങ്ങിയ സമയങ്ങളിൽ മുഴുവനും അവസാനം അടിപതറിപ്പോയതാണ് അനുഭവമെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായ നിമിഷം പറയാൻ എന്റെ വാചകങ്ങൾക്ക് കഴിയില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ അമ്പിയാക്കന്മാര് മുഴുവനും എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖൽ അലാ എന്ന് പറഞ്ഞിരുന്നു. അതുമാത്രം ഞാൻ ബറക്കത്തിന് വേണ്ടി പറഞ്ഞു തുടങ്ങുന്നു. അല്ലാത്ത അവിടുത്തെ വിയോഗത്തിന്റെ വേദന പറയാനോ അവിടുത്തെ യാത്രയുടെ സമയം വിശദീകരിക്കാനോ എനിക്ക് കഴിയുന്നില്ല. സദസ്സനോട് ക്ഷമിക്കണം. ഹബീബി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകുന്ന അമ്പിയാക്കന്മാർ അവരെല്ലാവരും ലോകത്തോട് വിട പറഞ്ഞതെങ്ങനെയാണ്? യാത്ര ചോദിച്ചതെങ്ങനെയാണ്? ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ ഹളറത്തുൽ വഫാ
മരണത്തിന്റെ സമയമായപ്പോൾ അർസലല്ലാഹു അസ്സ വജല്ല ഇലൈഹി ബികഫനിൻ വഹനൂതിൻ മിനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല കഫൻ പുടവയും സുഗന്ധവും ആവശ്യമുള്ള സാധനങ്ങളുമെല്ലാം ആദം നബി അലൈഹിസ്സലാമിലേക്ക് അയച്ചു കൊടുത്തു. ഫലമ്മാ റഅത ഹവ്വാ റളിയല്ലാഹു അൻഹ കാണുമ്പോൾ ആദം അലൈഹിസ്സലാം പറയുന്നു, ഖല്ലീ ബൈനീ വബൈന റുസുലി റബ്ബീ അസ്സ വജല്ല. മോളെ, പ്രിയപ്പെട്ട ഭാര്യ ഹവ്വാ, എന്നെ ഒഴിവാക്കിയേക്കു മോളെ, എന്നെ കുറിച്ച് വിഷമം വേണ്ട മോളെ. ഖല്ലീ ബൈനീ വബൈന റുസുലി റബ്ബീ, എന്റെയും എന്റെ റബ്ബിന്റെ ദൂതന്മാരുടെയും ഇടയിൽ ഒഴിവാക്കിയേക്ക്, പ്രയാസമില്ല. ഫമാ ലഖീതില്ലദീ ലഖീതി ഇല്ലാ ഫീകി, അല്ലയോ മോളെ, ഇവിടെ വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല. വമാ അസ്വാബനില്ലദീ അസ്വാബനീ ഇല്ലാ ഫീകി, മോളെ, നീ കാണുന്നതും അതുപോലെ എനിക്കെന്തോ സംഭവിച്ചതായി നീ അറിയുന്നതും അത് മുഴുവനും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു എന്നല്ലാതെ പരോക്ഷമായി പറുദീസയിലേക്കുള്ള യാത്രയാണ്. വിഷമിക്കണ്ട മോളെ. മുൻഗാമികൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അന്ത്യസമയമാകുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, മനസ്സുകളിൽ വേദന ആവശ്യമില്ല. കാരണം എന്തേ? നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സ്വർഗമാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് വേദനിക്കേണ്ടതില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് നോവേണ്ടതില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാന സമയമായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, മകനെ വിളിച്ചിട്ട് പറയുന്ന, മോനെ, ഊസീക ബിസ്നതൈൻ, രണ്ടു കാര്യങ്ങൾ ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ടു കാര്യങ്ങൾ ഞാൻ നിന്നെ തടസ്സപ്പെടുത്തുകയാണ്. ഊസീക ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നീ നിതാന്ത ജാഗ്രതയുള്ളവനാകണം. അതൊരു ഭാഗത്ത് വെക്കുകയും ആകാശഭൂമികൾ മുഴുവനും മറുഭാഗത്ത് വെക്കുകയും ചെയ്താൽ ആകാശഭൂമികളെ മുഴുവനും അതിജയിക്കാനുള്ള പവറുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൗസീക ബിഖൗലി സുബ്ഹാനല്ലാഹിൽ അളീം وبحمده فإنها عبادة الخلق. മോനെ, സുബ്ഹാനല്ലാഹ് തസ്ബീഹിനെ വർദ്ധിപ്പിക്കണം. അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണം. കാരണം എന്താണ്? സൃഷ്ടിജാലങ്ങളുടെ മുഴുവനും ഇബാദത്താണ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് മുറുകെ പിടിക്കണേ. അപ്പോൾ അമ്പിയാക്കന്മാരുടെ പ്രതിനിധികളായി ആദം നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് അതാ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയുന്നത് ഖുർആൻ സ്പഷ്ടമായി പറയുന്നുണ്ട്. അതുപോലെ ഓരോ അമ്പിയാക്കന്മാരും അവരവരുടെ അവസാന സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ലോകത്തെ മുഴുവനും അതിലേക്ക് മാടി വിളിച്ചുകൊണ്ടാണ് യാത്ര ചോദിക്കുന്നത്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ വഴിയിൽ സഞ്ചരിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള പാതയാണ്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ
വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളുടെ വഴിയാണ്. സുദ്ദീഖുകളുടെ നേതാവാരാണ്? ബുൽബുൽ കെ ഭൂൽ ബസ് തോ സുദ്ദീഖ് കോ റസൂൽ ബസ്. അവിടുന്ന് നല്ല മനോഹരമായ വഴിയിലേക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പാദുകങ്ങളുടെ സ്ഥലികളിലൂടെ സഞ്ചരിച്ചിട്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകൾ ഒപ്പം ചേർത്ത് വെച്ച് തണൽ വിരിച്ചുകൊണ്ട് നടന്ന മഹാനായ നേതാവ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ നേതാവ്. അമ്പിയാക്കന്മാരുടെ പദവി കഴിഞ്ഞാലുള്ള പദവിയുടെ സാരഥി, അമ്പിയാക്കന്മാര് മുഴുവനും കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനപതി ആ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ പറയുകയാണ്, ലമ്മാ ഹളറത്തുൽ വഫാത്ത്, വിയോഗത്തിന്റെ സമയമായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് അളവിടുകയാണ്. ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, അവിടുന്ന് ഇന്നി ഊസീക ബിവസിയത്തിൻ ഇൻ അൻത ഖബിൽതഹാ അന്നീ. ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, ഞാൻ നിങ്ങളിലേക്ക് ഒരു വസിയ്യത്ത് അറിയിക്കുകയാണ്. അല്ലാഹുവിന് പകലിന്റെ ചില വ്യവസ്ഥിതികളുണ്ട്, അത് രാവിന് ബാധകമല്ല. രാവിന്റെ ചില വ്യവസ്ഥിതികളുണ്ട്, അത് പകലിന് ബാധകമല്ല. വഇന്നഹു അസ്സ വജല്ല ലാ യഖ്ബലു നാഫിലത ഹത്താ തുഅദ്ദിൽ ഫരീള. അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ ചെയ്യാതെ ഐച്ഛികമായ കാര്യങ്ങൾക്ക് മൂല്യമില്ല. അലം തറ അന്നമാ സഖുലത് മവാസീനു മൻ സഖുലത് മവാസീനുഹു ഫിൽ ആഖിറതി ബിത്തിബാഇഹിൽ ഹഖ് ഫിദ്ദുനിയാ. ആ നാളെ പരലോകത്ത് മീസാനിന് നന്മയുടെ തൂക്കം കൂടുന്നവർ സത്യത്തെ പിന്തുണച്ചവരാണ്. അമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. പരലോകത്ത് നന്മയുടെ തൂക്കം കൂടണമെങ്കിൽ ചെറുപ്പക്കാരാ കള്ളു കുടിച്ചാ പറ്റൂല, പാൻമസാല നേടിയാ പറ്റൂല, അന്യ പെണ്ണിന്റെ കൂടെ കമന്റ് അടിച്ചാ പറ്റൂല. നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവനും കാണാനോ ആടാനോ ഓടാനും ചാടാനും ഇറങ്ങിയാ പറ്റൂല. ബിത്തിബാഇഹിൽ ഹഖ്, സത്യത്തിന്റെ പിൻഗാമിയായി മാറണം. ഇന്നത്തെ പുതിയ തലമുറയെ പിടിച്ചു നിർത്താൻ ഇവിടെ ആർക്കും സാധ്യമല്ല. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ നിയന്ത്രണമില്ല, രക്ഷിതാക്കൾക്ക് സംരക്ഷിതരുടെ മേൽ അധികാരമില്ല, അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ നിയന്ത്രണമില്ല, നാട്ടുകാരണവന്മാരില്ല, ഉള്ളവർക്ക് ശബ്ദമില്ല. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് നാം കടന്നു പോകുന്നത്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകത്ത് ഇഷ്ടമുള്ളത് മുഴുവനും കണ്ടും ആടിയും കൊണ്ടാടിയും നടക്കുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരുത്തനാണ് ഇന്നലെ യാത്ര ചെയ്യുമ്പോ പട്ടാമ്പിയിൽ വെച്ച്, അല്ലെങ്കിൽ പാലക്കാട് വെച്ച്, കോഴിക്കോട് വെച്ച്, തിരുവനന്തപുരത്ത് വെച്ച് ആക്സിഡന്റായി ലോകത്തോട് യാത്ര ചോദിച്ചത്. അവന്റെ ആഘോഷങ്ങൾ എവിടെയാണ്? ആമോദങ്ങൾ എവിടെയാണ്? എല്ലാം കടന്നുപോയി. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ബൈക്ക് യാത്രക്കാരന്റെ തലയിൽ ചക്ക വീണ് മരിച്ചുപോയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ വിധിയുടെ കൃത്യതയാണ് അതിൽ നിന്ന് വായിക്കേണ്ടത്. സൈക്കിൾ യാത്രക്കാരൻ അതാ റോഡരികിലൂടെ പോകുമ്പോ വഴിവക്കിൽ നിൽക്കുന്ന തെങ്ങുമറിഞ്ഞ് തലയിലേക്ക് വീണിട്ട് മരിച്ചുപോയത് യാദൃച്ഛികമായി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു KSRTC ബസ്സിൽ ഡ്രൈവറുടെ തൊട്ടു പിന്നിലുള്ള സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്കു തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിന്റെ വിധിയുടെ കൃത്യതയാണ്. തലയോളം മാത്രം വണ്ണമുള്ള ഈ തെങ്ങ് അതാ ഒരു പെടൽ കൂടി അങ്ങോട്ട് ചവിട്ടിയിരുന്നെങ്കിൽ തലയിലേക്ക് വീഴില്ലായിരുന്നു. ഒരു പെടൽ പിന്നിലായിരുന്നു ചവിട്ടിയതെങ്കിൽ വീഴില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ്. ആ വരയിൽ നിന്ന് മാറ്റാൻ പറ്റൂല മോനെ, അതിൽ നിന്ന് നീക്കാൻ പറ്റൂല മോനെ. അതാണ് മരണം. നിമിഷം തെറ്റിക്കാൻ പറ്റൂല. അതുപോലെയാണ് അള്ളാഹുവിന്റെ കൃത്യത. നമ്മൾ പറയാ അവൻ പോണ്ടാന്ന് പറഞ്ഞു നിന്നതാണ്, പോയതാണ്. അവൻ ഗൾഫിലേക്ക് പോകേണ്ടായിരുന്നു, ഇവിടെ നിൽക്കേണ്ടായിരുന്നു. കമന്റുകൾ പറയാമെന്നല്ലാതെ തിരുത്തി എഴുതാൻ സാധ്യമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അരുതായ്മകളുടെ വേലിക്കെട്ടുകളിലേക്ക് ചാടിപ്പോകാതെ അള്ളാഹുവിന്റെ നിയമത്തെ പാലിച്ചു നീ ജീവിച്ചാൽ പറുദീസയാണ് മോനെ കാത്തിരിക്കുന്നത്, സ്വർഗമാണ് മോനെ മാടി വിളിക്കുന്നത്. അതുകൊണ്ട് നല്ല യുവാവായി ജീവിച്ചിട്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ ശാബുൻ ശഫീ ഇബാദത്തില്ലാ, ആശകൾ നശിച്ചു പോയൊരു പടുകിളവൻ ചെറുപ്പക്കാരിയെ നോക്കാത്തതിൽ അത്ഭുതമില്ല. അതേ സമയത്ത് ചെറുപ്പക്കാരൻ ഒരു സുന്ദരിയെ കാണാനിട വരുമ്പോ അവിടുന്ന് മാറി സഞ്ചരിക്കുകയും നേരിന്റെ വഴിയിലേക്ക് പോവുകയും ചെയ്താൽ അവനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അംഗീകാരം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ ശുദ്ധമായിട്ട് അള്ളാഹുവെ കുറിച്ചുള്ള വിചാരം വേണം. ഏകാന്തമായ മരുഭൂമിയിൽ, പ്രാന്തമായ ദേശങ്ങളിൽ, ജനസമ്മിശ്രമായ കാര്യാലയങ്ങളിൽ, കൂടെ ആളുകളുള്ള വേലകളിൽ, എല്ലായിടത്തും അള്ളാഹുവെ കുറിച്ചുള്ള വിചാരം വരണം. പെങ്ങളെ, നിനക്കുമുണ്ട് പാരത്രിക ലോകത്ത് സൽക്കർമ്മിയാണെങ്കിൽ സ്വർഗം. അതേ സമയത്ത് നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന് പ്രദർശനം നടത്തിയിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്ന പെങ്ങളെ, നീ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാണ്. നിന്റെ മാറിൽ 4 ഏക്കറും മുതുകത്ത് 12 ഏക്കറും പർദയാണെങ്കിൽ മൊത്തത്തിൽ ഹോൾസെയിലായും ചെറുപ്പക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കൗമാര യൗവനങ്ങളുടെ സാക്ഷിപത്രങ്ങളായ സഹോദരീ, നിന്റെ ശരീരം അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണ്ടെന്ന് പറഞ്ഞതാരാണ്? ഒരു പഞ്ചായത്ത് മെമ്പറുടെ നിയമമല്ല, ഒരു മഹല്ല് ഖാദിയുടെ നിയമമല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയുടെ നിയമമല്ല. നിനക്ക് ജീവൻ നൽകിയ, ആയുസ് നൽകിയ, എല്ലാം നൽകിയ അള്ളാഹുവിന്റെ നിയമമാണ്. അതിനെ ധിക്കരിക്കല്ലേ മോളെ. ഏതോ ഒരു രാജ്യത്തൊരു പെണ്ണ് പറഞ്ഞുപോൽ മുഖമക്കനെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന നിർബന്ധം ഗവൺമെന്റ് പാസാക്കിയാൽ നൂൽവസ്ത്രമില്ലാതെ സമരം ചെയ്യുമെന്ന്. എന്തൊരു ലോകമാണിത്! വിചിത്രമായ ലോകത്തിന്റെ മൂകസാക്ഷികളാണ്. അരമനകളുടെ അകത്തളത്തിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ചീഞ്ഞുനാറുന്ന ഗന്ധമാണ്. തെരുവോരങ്ങളിൽ നടക്കാൻ പറ്റാത്ത വിധം വൃത്തികേടുകൾ വ്യാപിച്ചിരിക്കുകയാണ്. കാതുകൾക്ക് അടച്ചു വെച്ചാലും തുളച്ചു കയറുന്ന അപസ്വരങ്ങളാണ്. മാനുഷിക മൂല്യങ്ങളെ മുഴുവനും പണയം വെച്ച് നൈതികമായ സാധ്യതകളെ മുഴുവനും ആമം വെച്ചുകൊണ്ട് നടക്കുന്ന പുതിയ തലമുറയാണ്. മോനെ വരൂ, ഖുൽ ഹാദിഹി സബീലി, എന്റെ വഴി അതല്ല, എന്റെ വഴി പുണ്യനബിയുടെ വഴിയാണ്, മഹോന്നതന്മാരുടെ മാർഗമാണ്, സച്ചരിതരുടെ പന്ഥാവാണ്. എന്റെ വഴി മഹാന്മാരുടെ വഴിയാണ്, കടന്നു വരൂ. അതാ സിദ്ദീഖുകളുടെ നേതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലം തറ അന്നമാ ഖഫത്ത് മവാസീനു മൻ ഖഫത്ത് മവാസീനുഹു ഫിൽ ആഖിറതി ബിത്തിബാഇഹിൽ ബാത്തില ഫിദ് ദുനിയാ. ഇഹ
ഇഹലോകത്തെ ഇഷ്ടങ്ങളെ പിന്തുണച്ചിട്ട് പോയവരുടെ ത്രാസുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധനകളുടെ തൂക്കമില്ലാതെ നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനോട് കമന്റ് അടിക്കണം, ഇഷ്ടമുള്ള ഒരുത്തിയുടെ കൂടെ പോകണം, ഇഷ്ടമുള്ളവന്റെ കൂടെ കോളേജിലേക്ക് പോകണം. വൈകുന്നേരം ആകുമ്പോ പട്ടാമ്പിയിലൂടെയോ പാലക്കാട് കൂടെയോ കൊപ്പത്തുകൂടെയോ പിന്നെ ഏതെങ്കിലുമൊക്കെ ഈ പരിസരത്തുള്ള സ്ഥലത്തുകൂടെ നിങ്ങൾ വൈകുന്നേരം പോയാൽ, ഇന്ന് 8ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള ക്ലാസ്സുകൾ വിട്ടുപോയ ജോഡികളായിട്ടാണ് പിള്ളേര് പോകുന്നത്. രക്ഷിതാക്കൾക്ക് കണ്ടാ പരാതിയില്ല, നാട്ടുകാർക്ക് കണ്ടാ പരാതിയില്ല. അങ്ങനെ ജോഡികളായി സഞ്ചരിക്കുന്ന പുതിയ ലോകത്ത് നിയമം നടപ്പിലാക്കാൻ പറ്റാത്ത കളിപ്പാവകളായി വാപ്പായും ഉമ്മായും മാറിയ കാലവാ. ഇനി ആരെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ചെയ്താ പറയും, മൊയ്ലിയാരെ നിങ്ങൾക്ക് എന്തോ വേണോ, അതെന്റെ മോളെ ക്ലാസ്സിൽ പഠിക്കുന്നവനാ, കുഴപ്പമൊന്നുമില്ല. ഈ രൂപത്തിലേക്ക് നമ്മുടെ പ്രവണതകൾ മാറി, നമ്മുടെ വിചാരങ്ങൾ മാറി. കാരണം നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ മുഴുവനും ആധുനികത കൊണ്ട് നിറഞ്ഞുപോയി. സന്ധ്യാസമയത്ത് മിന്നിമറയുന്ന സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന മാതാവിന് ഈ മക്കളെ എങ്ങനെയാ നേരിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുക? പാതിരാത്രിയിലും നീലയോ അല്ലാത്തതോ ആയ ചിത്രങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് നേരം കളയുന്ന കുടുംബിനിക്ക് എങ്ങനെയാണ് അരിമ സന്താനത്തെ നേരിന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റുക? മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ടെലിവിഷനും എല്ലാം ഇഷ്ടാനുസാരം ഉപയോഗിക്കാൻ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ് മാതാപിതാക്കളുടെ ബാധ്യതയെന്ന് മനസ്സിലാക്കിയ പുതിയ തലമുറയ്ക്ക് എങ്ങനെയാ നിയന്ത്രിക്കാൻ പറ്റുക? പറ്റൂല. LKG പഠിക്കുന്ന കുഞ്ഞിനും ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തിട്ട് സ്വാതന്ത്ര്യം. അവൻ, ഞാനിപ്പോ ഗൾഫിൽ പോയപ്പോ 2-3 വീടുകളിൽ ചെന്നപ്പോ ആലോചനാപൂർവ്വം ഇരുന്നു പോയി, എങ്ങനെ അവരോട് പറയാ, എന്നിട്ട് സൂചനകൾ കൊടുത്തു. മക്കളുടെ കണ്ണും കൽബും കേടുവരുന്ന പുതിയ പ്രവണതകളുടെ അഡിക്റ്റുകൾ. ഈ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത മക്കളെ രൂപപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ അവർക്ക് പുതിയ സാങ്കേതികതയുടെ അടിമകളാക്കി മാറ്റിയിട്ട് ലോകത്തുള്ള വിചാരങ്ങളിൽ നിന്നെല്ലാം മാറി അവരുടെ ലോകത്തേക്ക് ലിമിറ്റ് ചെയ്യുന്ന, അവരുടെ ഷെല്ലിലേക്ക് മാത്രം പരിമിതപ്പെടുന്ന ലോകത്തേക്ക് വരികയാണ്. അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ അറിയാനുള്ള വഴിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ കിതാബു ദമ്മി ദുനിയയിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലയോ സ്വഹിബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖ് തങ്ങളെ ഒരു വസിയ്യത്ത് തരുമോ? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു തആല ദുനിയാവ് നിങ്ങൾക്ക് തുറന്നിങ്ങനെ ഇട്ടുതരുന്നതാണ്. ഇന്നില്ലാത്തത് നാളെ തരും, നാളെ ഇല്ലാത്തത് മറ്റന്നാൾ തരും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലാതെ അതിൽ നിന്ന് നിങ്ങൾ എടുക്കല്ലേ. ദുനിയാവിന്റെ കവാടങ്ങൾ തുറന്നു നിങ്ങൾക്ക് ഇട്ടുതരുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനപ്പുറം തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു തന്ന സിദ്ദീഖ് തങ്ങളാണ് പറയുന്നത്. നന്മയുടെ ത്രാസ് ലോലമായി പോയ ആളുകൾ അവരവരുടെ വിചാരങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അടുത്ത ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആവശ്യമുള്ള ഉപദേശം നൽകിയിട്ട് തിങ്കളാഴ്ച ദിവസം പാൽപുഞ്ചിരിയോടെ ലോകത്തോട് വിട പറഞ്ഞ നേതാവാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ ഏറ്റവും നല്ല സമയം അവരുടെ മരണത്തിന്റെ സമയമാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചതുപോലെ മരിക്കാൻ, സജ്ജനങ്ങൾ വിട പറഞ്ഞതുപോലെ വിട പറയാൻ, الصديقين والشهداء والصالحين, ശുഹദാക്കളുടെ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ആരാധന
ഈമാനുകളുടെ ഉന്നതി കൊണ്ട് ആകാശത്തോളം ഉയർന്നു പോയെങ്കിലും അധികാരത്തിന്റെ കൃത്യത കൊണ്ട് ആഗോള മാതൃകയായി പരിണമിച്ചെങ്കിലും നിയാമക വൃത്തത്തിൽ നിന്ന് ലോക നിയമ പുസ്തകങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തിയെങ്കിലും ചിട്ടയുള്ള ഭരണം കൊണ്ട് മോഡേൺ പൊളിറ്റീഷ്യൻസിന് പോലും അത്ഭുതം സൃഷ്ടിച്ചെങ്കിലും ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന സമയം ആലില പോലെ വിറയ്ക്കുകയാണ്. മെഹ്റാബിൽ നിന്നുകൊണ്ട് അടിവയറ്റിലേക്ക് കഠാര കയറി ബോധരഹിതനായി കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന അന്ത്യനിമിഷങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ മടിത്തട്ടിലാണ്. അതാ പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, നിങ്ങളുടെ മടിയിൽ നിന്ന് എന്റെ തല മാറ്റിയിട്ട് നിലത്ത് വെക്കൂ. ഫഖുൽതു, അപ്പോ ഞാൻ ചോദിച്ചു, മാ അലൈക കാന അലൽ അർളി ഔ കാന അലാ ഫഖദി, മടിയിലിരുന്നാലെന്ത് നിലത്തിട്ടാലെന്ത്, എന്തിനാണ് തല നിലത്ത് വെക്കാൻ പറയുന്നത്, എന്തിനാണ് മടിയിൽ നിന്ന് മാറ്റിവെക്കാൻ പറയുന്നത്? ഉടനെ പറയുകയാണ്, നാശം, എന്റെ തലയെടുത്ത് നിലത്തേക്ക് വെക്കൂ. ഫവളഅതുഹു അലൽ അർളി, ഞാൻ എങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ശിരസ് നിലത്തേക്ക് വെച്ചപ്പോൾ വൈലി വവൈലു ഉമ്മി ഇല്ലം യർഹംനി റബ്ബി അസ്സ വജല്ല, അല്ലാഹു എനിക്ക് കാരുണ്യം നൽകിയില്ലെങ്കിൽ ഞാൻ എത്ര നഷ്ടക്കാരനാണ്, എനിക്കെത്ര സങ്കടമാണ്. ജഅൽതു റജായി നഹ്വ അഫ്വീക സുല്ലമാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല എനിക്ക് കാരുണ്യം ചെയ്തില്ലെങ്കിൽ ഞാൻ എത്ര വലിയ നഷ്ടക്കാരനാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനേ, അസ്ലംത ഹീന കഫറന്നാസ്, ജനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ നിഷേധിച്ച് അല്ലാഹുവിനെ ഉൾക്കൊള്ളാതിരുന്നപ്പോ നിങ്ങൾ ഇസ്ലാമായില്ലേ? വജാഹത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഖദലഹുന്നാസ്, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദ്യരാക്കാൻ ശ്രമിച്ചപ്പോ നബി തങ്ങളോടൊപ്പം സമരക്കളത്തിൽ നിന്ന് യോദ്ധാവായി നിന്നില്ലേ? വഖുതിൽത ശഹീദാ വലം യഖ്തലിഫ് അലൈക ഇത്നാൻ, അഭിപ്രായാന്തരങ്ങളൊന്നും നിങ്ങളെ കുറിച്ച് വരുന്നതിന് മുമ്പ് ഷഹീദായി നിങ്ങൾ ഇതാ കിടക്കുന്നില്ലേ? وتوفي رسول الله صلى الله عليه وسلم وهو عنكران, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബി തങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തൃപ്തിയല്ലേ ഉള്ളത്? പിന്നെന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗമുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അവസാന സമയത്ത് കിടന്നുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് കാരുണ്യം കൊതിച്ച നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം കണ്ടില്ലേ, പാൽപുഞ്ചിരിയോടെ പറുദീസയിലെ ആരാമങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ കണ്ണു നിറച്ച് അവിടുന്ന് കൽബ് നിറഞ്ഞ് പുഞ്ചിരി നിറച്ചുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണടയ്ക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമർ
റളിയല്ലാഹു അൻഹു പരിക്കേറ്റ് കിടക്കുന്ന രംഗം കണ്ടില്ലേ? ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോഴാണ് എല്ലാ ആളുകളും കാണാൻ വരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. കുറെ ചെറുപ്പക്കാരുണ്ട്. അതിൽ ഒരു ചെറുപ്പക്കാരന്റെ തുണി ഞെരിയാണിക്കു താഴെയാണ് കിടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അടിവയറ്റിൽ കടാര കൊണ്ട് പരിക്കേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. ഈമാനുള്ള ചെറുപ്പക്കാരാ, ഒരു നിമിഷം എന്നോടൊപ്പം ഒന്ന് നിൽക്കണേ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർഫഅ സിയാബക യാ അഖീ, മോനെ ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ഉയർത്തിയെടുക്ക മോനെ. സ്വഹാബികൾ മുഴുവനും കരഞ്ഞുപോയി. അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകരി ഫീ ഹാലി സക്റതിഹി. സക്കറാത്തിന്റെ ഘട്ടത്തിലും നന്മ കൊണ്ട് കൽപ്പിച്ച് തിന്മ കൊണ്ട് വിരോധിക്കുന്ന എത്ര നല്ല മാതൃകയാണ്. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് മോനെ. നിന്റെ പാൻസ് നീ ഞെരിയാണിക്ക് താഴെയിട്ട് ചവിട്ടി തേക്കുന്നില്ലേ? പഞ്ചായത്ത് അടിച്ചു വരുന്നില്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുണ്ടോ? എന്നാൽ ആ നിന്റെ വസ്ത്രം ഒന്ന് ഞെരിയാണിക്ക് മേലെ ധരിക്കണേ മോനെ. പ്രായമുള്ള ഉപ്പമാരെ, നിങ്ങളൊരു നീളം തുണിയും എടുത്ത് പഞ്ചായത്ത് വലിച്ചഴിച്ച് മടക്കി കുത്തുമ്പോ മുട്ടുവരെ കിട്ടാൻ വേണ്ടി നീട്ടി വലിച്ചഴച്ച് നടക്കുന്ന തുണി ഉടുക്കുന്ന കാക്കാമാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ